ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജിബിൻ. നമ്മളിവിടെ വീണ്ടും ഒരു 3 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന 3 kVA സിസ്റ്റംസ് നമ്മുടെ ചാനലിലൂടെ ഓൾറെഡി കുറേ ഇൻസ്റ്റലേഷൻസ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു സൈറ്റ് കണ്ടീഷനും മറ്റൊരു ലോഡ് കണ്ടീഷനും അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് തന്നെ നമ്മൾ 590 വാട്ട്സിൻ്റെ ടോപ്പ് കോൺ ടെക്നോളജിയിൽ വരുന്ന ബൈഫേഷ്യൽ പാനൽസ് 2 ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഈ കാണുന്നത് തന്നെ ഫ്ലാറ്റ് റൂഫാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രക്ചർ വൈസ് ഒന്നും വലിയ കോംപ്ലിക്കേഷൻസോ പാത്ത് വേയോ അങ്ങനെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പ്ലെയിൻ ആയിട്ടുള്ള വാർക്കയാണ്. നല്ല തെളിഞ്ഞ ഒരു പ്രദേശമാണ്. ഇവിടെ നമുക്ക് ഏകദേശം 1200 വാട്ട്സോളം സോളാർ പാനൽ കണക്റ്റഡ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 100 AHൻ്റെ 24 വോൾട്ട് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. അതുപോലെ തന്നെ 3 kVയുടെ ഇൻവെർട്ടറാണ്. ഇതിൽ നമുക്കൊരു സാധാരണ വീട്ടിൽ ഇപ്പോൾ ഇതൊരു 3 ബെഡ്റൂമുള്ള ഒരു വീടാണ്. നമ്മുടെ കംപ്ലീറ്റ് ലൈറ്റ് ലോഡുകളെല്ലാം തന്നെ TV ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇൻവെർട്ടർ ടെക്നോളജിയിലുള്ള ഫ്രിഡ്ജ്, അത്യാവശ്യ ഘട്ടങ്ങളിൽ വേണമെങ്കിൽ അയൺ ബോക്സ് ഒക്കെ ഉപയോഗിക്കാം. പകൽ സമയത്ത് വെയിലുണ്ട്, കറണ്ട് ഇല്ലാത്തൊരു സമയമാണ്, പെട്ടെന്ന് വേണമെങ്കിൽ ഇൻവെർട്ടർ ഔട്ടുള്ള ഏതെങ്കിലും പ്ലഗിൽ കുത്തി കുറച്ച് സമയത്തൊക്കെ ഉപയോഗിക്കുന്നതിനകത്ത് പ്രശ്നം വരുന്നില്ല. പിന്നെ മിക്സി ഉപയോഗിക്കാം. നമ്മുടെ പാനൽ കപ്പാസിറ്റിയുടെ മുകളിൽ ലോഡ് കൊടുക്കാതിരിക്കുക. അപ്പോൾ 1180 വാട്ട്സാണ് ഇവിടെ പാനൽ കപ്പാസിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊരു 900-950 വാട്ട്സ് വരെയൊക്കെ ലോഡ് ചെയ്യാം. അപ്പോൾ പകൽ സമയത്ത് ബാറ്ററി ചാർജിങ്ങും പകൽ സമയത്ത് പാരലായിട്ട് പോകുന്ന ലോഡുകൾ, അതായത് ഇപ്പോൾ ഫ്രിഡ്ജ് അത്യാവശ്യം ഫുൾ ടൈം ഓൺ ആയിരിക്കും. പിന്നെ വീട്ടിൽ ആളുള്ള വീടുകളാണെങ്കിൽ പകൽ സമയത്ത് TVയുടെ ഉപയോഗം കാണും. CC ക്യാമറ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ നെറ്റിൻ്റെ മോഡം ഉണ്ടായിരിക്കും, വൈഫൈ മോഡം ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മിനിമം ലോഡുകളെല്ലാം ഇതിൽ വർക്കായിക്കോളും. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് പകൽ സമയത്ത് കംപ്ലീറ്റ് ലോഡുകൾ, ബാറ്ററി ചാർജിങ് കൂടാതെ വൈകുന്നേരം ബാറ്ററി 50% ആവുന്നിടം വരെയുള്ള ഉപയോഗങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നമുക്കിതിൽ കൊണ്ടുവരാൻ പറ്റും. ഒരു 3 മുതൽ 5 യൂണിറ്റ് വരെയൊക്കെ നമുക്ക് നമ്മുടെ ബില്ലിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും. അതായത് അത്രയും യൂണിറ്റ് നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഉപയോഗമൊക്കെ പകൽ സമയത്ത് വളരെ കുറവാണെങ്കിൽ ഒരു 3 യൂണിറ്റൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പകൽ സമയത്ത് നല്ല എക്സ്ട്രീം യൂസൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 5 യൂണിറ്റൊക്കെ ഇതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത്തരത്തിൽ 2 സോളാർ പാനൽസ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് 90 വോൾട്ടിന് മേലെ കിട്ടും. അതുപോലെ തന്നെ പാനൽ കപ്പാസിറ്റി 590 വാട്ട്സിൻ്റെയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പെഹൽ എന്ന് പറയുന്ന കമ്പനിയുടെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ ടെക്നോളജിയിൽ വരുന്ന ലേറ്റസ്റ്റ് പാനലാണ്. ഇത് നോൺ DCR പാനലാണ്. ഇവിടെ 1180 വാട്ട്സാണ് ടോട്ടൽ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി കിട്ടുന്നത്. 4 അല്ലെങ്കിൽ 5 ബെഡ്റൂം വരെയുള്ള, അത് 1 നില വീടായിക്കോട്ടെ 2 നില വീടായിക്കോട്ടെ, വീട്ടിലുള്ള കംപ്ലീറ്റ് ലൈറ്റ് ലോഡ് നമ്മുടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് അത്യാവശ്യം എല്ലാ ലൈറ്റുകൾ, ഫാനുകൾ, TV, ഫ്രിഡ്ജ്, പിന്നെ നമുക്കറിയാം ഇപ്പോൾ എല്ലാ ഫ്രിഡ്ജുകളും ഇൻവെർട്ടർ ടെക്നോളജിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഉറപ്പായിട്ട് ഇതിൽ കണക്ട് ചെയ്യാം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മിക്സി, അയൺ ബോക്സ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. അതുകൂടാതെ ചെറിയ ലോഡുകൾ, അതായത് ഇപ്പോൾ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുകൾ അങ്ങനെയുള്ള എല്ലാ ഡിവൈസുകളും നമുക്ക് ഈ സിസ്റ്റത്തിൽ ഈസി ആയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഡെയിലി ഏകദേശം ഒരു 3 മുതൽ 5 യൂണിറ്റ് വരെ കറണ്ട് നമുക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് കിട്ടും. അല്ലെങ്കിൽ അത്രയും യൂണിറ്റ് ഓഫ് എനർജി, ഇലക്ട്രിസിറ്റി കിട്ടും. ഒരു 10 യൂണിറ്റൊക്കെ ഉപയോഗമുള്ളവർക്കാണെങ്കിൽ നമ്മുടെ കറണ്ട് ബില്ല് നേരെ പകുതിയായിട്ട് കുറയ്ക്കാൻ പറ്റും. ഇനി ഓൺ ഗ്രിഡ് വെച്ചവർക്കാണെങ്കിൽ പോലും ഈ പീക്ക് ടൈമിൽ നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുതലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് നല്ലതാണ്. പിന്നെ പകൽ സമയത്തൊക്കെ വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെയൊരു സോളാർ ബാക്കപ്പ് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ 1-2 ദിവസം കറണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടന്നുകൊള്ളും. അപ്പോൾ ഇങ്ങനെയാണ് ഈ സിസ്റ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്ന. 2 പാനലുകൾ കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടും സീരീസ് ആയിട്ടാണ്. പ്ലെയിൻ വാർക്കയാണ് അല്ലെങ്കിൽ ഫ്ലാറ്റ് റൂഫാണ്. നമുക്ക് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നൊരു സ്ഥലമാണ്. അടിക്കടി കറണ്ട് പോകുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഓൺ ഗ്രിഡ് ചെയ്തിട്ട് രാത്രി സമയങ്ങളിൽ 6 മുതൽ 10 വരെയൊക്കെയുള്ള സമയങ്ങളിൽ ഈ പീക്ക് ടൈമിൽ TOD ബില്ലിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, അതായത് ഇപ്പോൾ നമുക്കറിയാം 6 മുതൽ 10 വരെയുള്ള സമയത്ത് 125% നമ്മുടെ ബില്ലിംഗ് താരിഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കതിൽ ഉപയോഗിക്കാം. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, ഇത് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാറ്ററിയിൽ വെള്ളം ഒഴിക്കുന്ന കാര്യം നോക്കണ്ട. 5 വർഷത്തേക്ക് കമ്പനി വാറണ്ടി പറയുന്നുണ്ട്. 8 വർഷമൊക്കെ ലൈഫ്, 8 മുതൽ 12 വർഷം വരെയൊക്കെ ലൈഫ് കിട്ടും. പിന്നെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി ആയതുകൊണ്ട് ഇൻഡോർ പർപ്പസിലൊക്കെ ഉപയോഗിക്കാം. വേറെ വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. ഒത്തിരി കോംപ്ലക്സിറ്റി ഒന്നും ഇല്ലാത്ത ചെറിയൊരു സിസ്റ്റമാണ്. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി 24 വോൾട്ട് വരുന്ന സിസ്റ്റത്തിൻ്റെ ഇൻഡോർ സെറ്റപ്പാണ് കാണുന്നത്. 3 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. നമ്മൾ മുൻപും പല വീഡിയോകളിലൂടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് വിവരിച്ചിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ 24 വോൾട്ടിൻ്റെ UTL സോളാറിൻ്റെ 5 വർഷം ഓൺസൈറ്റ് വാറണ്ടി വരുന്ന 100 AH ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് വരുന്നത്. ഈ സിസ്റ്റത്തിന് ഇതിൻ്റെ ബാക്ക് സൈഡിലൊരു ഡിസ്പ്ലേ ഉണ്ട്. നമ്മൾ മുൻപ് ആ വീഡിയോയിലൂടെ അത് കാണിച്ചിട്ടുള്ളതാണ്. SOC, അതായത് സ്റ്റേറ്റ് ഓഫ് ചാർജ്, ബാറ്ററിയുടെ എത്ര ശതമാനമാണെന്നൊക്കെ നമുക്ക് ആ ഡിസ്പ്ലേയിലൂടെ അറിയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു 125 ആംപിയറിൻ്റെ ഒരു MCB ഉണ്ട് ബാറ്ററി ഓഫ് ആക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ അതിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ള 3 kVയുടെ 24 വോൾട്ട് കപ്പാസിറ്റിയിൽ വരുന്ന 2200 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നിലവിൽ നമ്മളിവിടെ 590 വാട്ട്സിൻ്റെ 2 സോളാർ പാനൽസാണ് കണക്ട് ചെയ്തിരിക്കുന്നത്.
ഇവിടെ നമ്മൾ സ്മാർട്ട് PCU ഹൈബ്രിഡ് എന്ന് പറയുന്ന 3 ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള മോഡുകൾ ഈ സിസ്റ്റത്തിലുണ്ട്. ഇതിൽ നമ്മൾ സ്മാർട്ട് മോഡ് ചൂസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ KSEB ഗ്രിഡ് ചാർജിങ് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. മഴക്കാലങ്ങളിൽ നമുക്കത് ഓണാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സുകളൊക്കെ നമ്മൾ മുൻപും പല വീഡിയോകളിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചിട്ടുള്ളതാണ്. ഈ സിസ്റ്റത്തിൻ്റെ ടോട്ടൽ ലോഡ് കപ്പാസിറ്റി വരുന്നത് 1800 മുതൽ 2000 വാട്ട്സ് വരെയാണ്. വീട്ടിലുള്ള ലൈറ്റ്, ഫാന് തുടങ്ങിയ ലോഡുകളെല്ലാം തന്നെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഫ്രിഡ്ജ് ഒക്കെ ഫുൾ ടൈം കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ അറ്റ് എ ടൈം ഒരു 1200 വാട്ട്സിന് മുകളിൽ വരുന്ന ലോഡുകൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് സിസ്റ്റത്തിൻ്റെ ലൈഫിന് എപ്പോഴും നല്ലത്. അപ്പോൾ സാധാരണ ഒരു 4 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ ഹെവി ലോഡുകൾ ഒഴികെയുള്ള എല്ലാ ലോഡുകളും ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. വീട്ടിൽ ഫുൾ ടൈം പവർ സപ്ലൈ ഉണ്ടായിരിക്കും. കൂടാതെ നമുക്ക് നമ്മുടെ ദിവസമുള്ള ഉപയോഗത്തിൽ നിന്നൊരു 3 മുതൽ 4 യൂണിറ്റ് വരെയൊക്കെ നമുക്ക് സേവ് ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ്. വീടിൻ്റെ ഹാളിൽ തന്നെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ DC DB പുറത്തുനിന്ന് പെട്ടെന്ന് കാണാത്ത രീതിയിൽ താഴെഭാഗത്തായിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു പ്രീമിയം DB ബോക്സിൽ 32 ആംപിയറിൻ്റെ DC MCB കൊടുത്തിട്ടുണ്ട്. ബാറ്ററി കാണാം. ബാറ്ററിയുടെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. BMS ഓഫ് ആക്കാനുള്ളൊരു സ്വിച്ച് ഉണ്ട്. അതുപോലെ തന്നെ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യാനുള്ള ഒരു ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റേറ്റ് ഓഫ് ചാർജ് അറിയാനായിട്ട് ഒരു ഡിസ്പ്ലേ അവൈലബിൾ ആണ്. അതിൻ്റെ വോൾട്ടേജ്, അതുപോലെ തന്നെ അതിലേക്ക് ചാർജിങ് ആവുന്ന കറണ്ട്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉപയോഗിക്കുന്ന കറണ്ട്, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ, പിന്നെ മുകളിൽ നമുക്ക് എത്ര ശതമാനം ഇപ്പോൾ ബാറ്ററി ഉണ്ട്. ഇപ്പോൾ നിലവിൽ 68% ബാറ്ററി ഉള്ളത്. 150 അല്ലെങ്കിൽ 150 AHൻ്റെ 2 സീറ്റൻ സോളാർ ബാറ്ററികൾ, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുന്ന ബാറ്ററിക്ക് പകരം ഇത്തരത്തിലുള്ള 100 AH 24 വോൾട്ട് സിംഗിൾ പാക്ക് സിസ്റ്റം ഉപയോഗിച്ചാൽ മതി. ഇതിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 5 വർഷത്തേക്ക് വാറണ്ടി ഉണ്ട്. കൂടാതെ ഒരു 10 വർഷം വരെയൊക്കെ ലൈഫ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻവെർട്ടർ ഡീറ്റെയിൽസ് നമ്മൾ പല വീഡിയോകളിലൂടെ ഒരുപാട് പ്രാവശ്യം വിവരിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ്, സെറ്റിങ്സുകൾ എങ്ങനെ മാറ്റാം എന്നുള്ളതൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ഒരു സ്റ്റിക്കർ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാറ്ററി ഇൻവെർട്ടർ വെക്കാനായിട്ടൊരു ഡബിൾ ഡക്കർ 2 സ്റ്റെപ്പ് വരുന്ന ഒരു സ്റ്റാൻഡൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ വെക്കുമ്പോൾ അധികം സ്ഥലം പോകാതെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഏത് സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ഒതുക്കി വെക്കാവുന്നതാണ്. കാരണം 2 ബാറ്ററികൾ ഉപയോഗിക്കുന്നതിന് തുല്യമായിട്ട് നമുക്കൊരു സിംഗിൾ ബാറ്ററിയിൽ ഇവിടെ കാര്യങ്ങൾ നടക്കും. സാധാരണ വീടുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ്. 2 പാനലുകളുടെ സഹായത്തോടെ വർക്ക് ചെയ്യുന്ന ഒരു 3 kV ഓഫ് ഗ്രിഡ് സിസ്റ്റം. അതിൽ ബാറ്ററി ബാക്കപ്പ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററിയാണ്. സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. JK സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ വിസിറ്റ് ചെയ്യുക. അതിൽ സോളാർ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻസ്, അതുപോലെ തന്നെ അത് ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, ഹൈബ്രിഡ് സിസ്റ്റംസ് എല്ലാം നമ്മൾ അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസി ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതുപോലെ തന്നെ വീഡിയോ ആവശ്യക്കാരിലേക്ക്, അതായത് സോളാർ ഒക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നവർ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് ചാനലിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.